ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ തൈരാണ് ഇട്ട് കൊടുത്തത്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മാഗി ക്യൂബ്, അല്ലെങ്കിൽ മാഗി ക്യൂബ് പൊട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട്, നല്ല വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പും മാഗി ക്യൂബിൻ്റെ പീസോ അല്ലെങ്കിൽ മാഗിൻ്റെ പൗഡറോ അല്ല, അത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല, നിർബന്ധമില്ല. ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗി ക്യൂബ് ആണെങ്കിൽ ക്യൂബിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് മാഗി ക്യൂബ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഈ പൊടികൾ മാത്രം ചേർത്തിട്ട് മസാല പാറ്റാട്ടോ. ഇനി അത്ര വലിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഈ വലിയ പീസാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു കത്തി വെച്ചതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വലിയ പീസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസാണെങ്കിൽ ചെറിയ പീസാക്കാം. ഞാൻ വലിയ പീസാണ് എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ആക്കൽ. എനിക്ക് ഇത് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചെറിയ പീസ് വേണമെങ്കിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇത്രയും വലുതാക്കണമെന്നില്ല, ചെറുത് വേണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ സൈസ് ചെറുതാക്കി വലുതാക്കൊക്കെ ചെയ്യാം. ഞാൻ നന്നായിട്ട് മസാലയൊക്കെ എല്ലാം അതുമ്മ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണത്തിന് നല്ലതാണ് കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്യാൻ പൗഡർ ഉണ്ടാക്കാം. അതിന് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ കാട്ടിയിട്ടുള്ളൂ, കട്ടായിപ്പോയി. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നുള്ള ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് വേണം. ഈ ഒരു പൗഡറിനുള്ള ഉപ്പ് മാത്രം അതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടി പോകണ്ട. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചിക്കനിലും ചില്ലി പൗഡർ ഇട്ടുള്ളതാണ്. ഈ പൗഡർ ഇതിലിടുമ്പോഴും നമ്മൾ നോക്കിയിട്ട് വേണം, എരിവുള്ള മുളകൊക്കെ നോക്കിയിട്ടിടണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തണുത്ത വെള്ളമാണ്. ഈ തണുത്ത വെള്ളം നമ്മൾ കുടിക്കാനൊക്കെ എടുക്കില്ല, അതേപോലെ മീഡിയം തണുപ്പ് കേട്ടോ, കട്ടാവരുത്. മീഡിയം തണുപ്പിൽ എടുത്തിട്ട് തണുത്ത വെള്ളമാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ചിക്കൻ മിക്സ് ചെയ്യാൻ പോകണം. പൗഡറിൽ ഇതേപോലെ ചിക്കൻ എടുക്കുക, ഫസ്റ്റ് പൗഡറിൽ മിക്സ് ചെയ്യുക. പിന്നെ ഈ തണുത്ത വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം പിന്നെയും പൗഡറിൽ അങ്ങനെ മുക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ്. മിക്സ് ചെയ്ത് വെക്കണം. ഇതേപോലെ ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് പൗഡറിൽ മുക്കുക. എന്നിട്ട് തണുത്ത വെള്ളം, ഓവർ തണുപ്പല്ല, നമ്മൾ കുടിക്കാൻ പറ്റുന്നൊരു തണുപ്പില്ല, ആ തണുപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ ആദ്യമേ എടുത്ത് വെക്കുക, കട്ടാക്കരുത് കേട്ടോ. നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചിക്കൻ ആദ്യം പൗഡറിൽ നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ എടുത്ത് വെള്ളത്തിൽ നല്ല ഡിപ്പ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ നല്ല ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെയും നമ്മൾ ഈ പൗഡറിലേക്ക് തന്നെ പിന്നെയും ചിക്കൻ മിക്സ് ചെയ്യുക. അതേപോലെ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. നമുക്ക് എഗ്ഗിൽ മുക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ വെള്ളം തണുപ്പിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കാൻ മുന്നൊക്കെ ആയിട്ട് വെള്ളം വയ്ക്കുക. അപ്പോൾ നമ്മൾ കുടിക്കുന്നതൊക്കെ ഒരു മീഡിയം തണുപ്പായി കിട്ടും. ഇതുപോലെ എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ അവിടെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പൗഡറിൽ മുക്കി ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ട് ഇതേപോലെ സെറ്റാക്കി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച്, പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുങ്ങുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പീസ് ചിക്കനും ആദ്യം നല്ല ഫ്ലെയിം കൂട്ടി വെക്കണം. നല്ല ചൂടായി കിടക്കുന്ന എണ്ണ ആവണം കേട്ടോ. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ വലിയ വലിയ പീസസ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വേവണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ അതിൻ്റെ ഭാഗം മാത്രം നല്ല ഫ്രൈ ആയി കിട്ടും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, ആ ഓയിലൊക്കെ നല്ല ചൂടാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ചിക്കൻ ഇട്ടതിന് ശേഷം മീഡിയത്തിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് മീഡിയത്തിലാക്കിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടും. ചെറിയ പീസാണെങ്കിലും ഇതുപോലെ തന്നെ മീഡിയത്തിലിട്ട് കൊടുക്കുക. നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് മെല്ലെ തന്നെ ആക്കിയെടുക്കുക, ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. ഇതുപോലെ ഇപ്പോൾ 2 സൈഡും ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിട്ട് മറിച്ചിട്ട് കൊടുത്തു. 2 സൈഡും ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിം ആയ എന്താ വെച്ചാൽ കുഴപ്പം എന്താ വെച്ചാൽ ഇതേപോലെ നമുക്ക് വിചാരിക്കും ഫ്രൈ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും പുറം കാണുമ്പോൾ, പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയത്തിലിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ
ഓരോ ചിക്കനായിട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ട്രിപ്പ് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഫ്ലെയിം എണ്ണ ഒന്ന് ചൂടാണ്. പിന്നെ ഇതേപോലെ ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കുക. എപ്പോഴും ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം ആക്കാൻ. ഇപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റോസ്റ്റിൻ്റെ പൊടി ബാക്കി മിക്സ് നമ്മൾ ഉണ്ടാക്കിയ പൗഡർ ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസ് അതിലിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ചൂടുള്ള ചിക്കനാണ് കേട്ടോ. നമുക്ക് പിടിക്കുമ്പോൾ നല്ല ചൂടാണ്, അതാണ് ഇങ്ങനെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനാണ് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിടണം പറയുന്നത്, അപ്പോഴാണ് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ആ കെച്ചപ്പിൽ മൈനസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും KFC ആണെങ്കിലും ബ്രോസ്റ്റ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചിക്കൻ ഐറ്റംസിൽ പെട്ടതല്ലേ. അപ്പോൾ വീട്ടിലുള്ള പൊടികൾ മാത്രമേ ഉള്ളൂ, എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു KFC അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.